ഈ കോൺഗ്രസ്സുകാർ അമിത പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ സർക്കാരിനെതിരെ പ്രയോഗിക്കാനായിട്ട് ഇവർക്ക് കഴിയാതെ പോകുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൈ നനയാതെ മീൻ പിടിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ പോക്ക്. കോൺഗ്രസ്സിന് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പലയിടത്തും സംഭവിക്കുന്നത് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും അവർക്ക് ട്രോഫി നഷ്ടപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ എങ്ങനെയല്ലേ സംഭവിച്ചത്, ഹരിയാനയിൽ എങ്ങനെയല്ലേ സംഭവിച്ചത്. ഇതെല്ലാം കോൺഗ്രസ്സിന് പക്ഷേ എന്നിട്ടും പാഠമാകുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ കോൺഗ്രസ്സിന് വളരെ അനുകൂലമായ സാഹചര്യമുണ്ട്. കോൺഗ്രസ് നേരെ നിന്നു കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നതല്ല, ചില സർവേകളും ചില രാഷ്ട്രീയ പഠനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ജനങ്ങളിൽ അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് വലിയ സ്കോപ്പുണ്ട്. കോൺഗ്രസ് പക്ഷേ അത് ഇപ്പം തന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള മട്ടിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള വിഷയത്തിലേക്ക് വരെ ആണ് ഇപ്പോഴത്തെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുന്നതിനുള്ള ശ്രമമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരാൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരാൾ അതിനെ തടയിട്ടുകൊണ്ട് അയാളെ കുറച്ച് സ്ലോ ചെയ്താലേ എനിക്ക് മുന്നേറാൻ കഴിയൂ എന്നുള്ള വിധത്തിൽ 3-4 നേതാക്കൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ തരൂർ വിവാദവും ഒക്കെ ഇപ്പം വന്ന് ചാടിയിരിക്കുന്നത്. കോൺഗ്രസ്സിന് ഇൻറ്റേർണലി ഒരു യുദ്ധത്തിന് സജ്ജമാകാൻ കഴിയുന്നില്ല. BJP-യുടെ സാന്നിധ്യം കേരളത്തിൽ വലിയൊരു പ്രധാന ഘടകമാണ്. അതായത് പാർട്ടി ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ ഒരു വിഭാഗം ഇപ്പോൾ BJP കൊണ്ടുപോവുകയാണ്. 20% കഴിഞ്ഞ പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കോൺഗ്രസും ഏതാണ്ട് 40%, കഴിഞ്ഞ തവണ 45% 40% എന്തായാലും കോൺഗ്രസ്സിന് കിട്ടുമെന്നുള്ള രീതിയിൽ അവർ വിചാരിക്കണം. അപ്പോൾ 60% വോട്ട് ഇത്തവണ ഈ ഗവൺമെൻറ്റിനെതിരാണ് കുറഞ്ഞത്. അതിൽ കൂടുതലേ ഉള്ളൂ, കുറയുന്നില്ല. കാരണം പല മണ്ഡലങ്ങളിലും നമ്മൾ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കണ്ടതാണ്. 37, 33 പാർലമെൻറ്റിലെ പല മണ്ഡലങ്ങളും 33, 34 ഒക്കെയാണ് ശതമാനം LDFന് കിട്ടിയത്. അതേസമയം UDFന് 45 വരെ കിട്ടി. BJPക്ക് പല മണ്ഡലങ്ങളിലും 20%-ന് മുകളിൽ കിട്ടത്തക്ക വിധത്തിൽ, പിന്നെ ചിലയിടത്ത് 35, 38 ഒക്കെ ശതമാനം വോട്ടുകൾ BJP പിടിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇവിടെ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ സാഹചര്യമുണ്ട്. പക്ഷെ സർക്കാരിനെ എതിരിടാൻ തക്കവണ്ണമുള്ള ആയുധങ്ങൾ പലത് കിട്ടിയിട്ട് ഒരു ഉപയോഗിക്കുന്നില്ല. ഒന്ന്, ഇപ്പം മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രൂവറിക്കുള്ള അനുമതി CPI എതിർത്ത് നിൽക്കുകയാണ്, RJD എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ഇടപെടുന്നില്ല എന്നുള്ളത്. ഇത് LDF UDF 2 മുന്നണികൾ നിന്നപ്പോൾ ഉള്ള ഒരു തന്ത്രമാണ് അവരിപ്പോഴും പയറ്റുന്നത്. എന്ന് വെച്ചാൽ LDF UDF മാത്രമായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. ഇവർ കൊള്ളത്തില്ല, മറ്റവരെ വോട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു തവണ ഞാൻ, ഒരു തവണ നീ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. 90കളുടെ അവസാനം മുതൽ ഈ പിക്ചർ മാറി. 90കളുടെ അവസാനം, 2000 മുതൽ നിന്ന് കൂട്ടിക്കോ, 2000 മുതൽ ഈ പിക്ചർ വളരെ വ്യക്തമായിട്ട് മാറിയിരിക്കുകയാണ്. BJP-യുടെ സാന്നിധ്യം അങ്ങനെ ഒരു പാർട്ടിക്ക് മേൽക്കോയ്മ കിട്ടത്തക്ക വിധത്തിൽ അല്ലാതെ വന്നിരിക്കുകയാണ്. അത് ആദ്യം BJP 2 കൂട്ടരും കൂടി എതിർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ സ്ട്രാറ്റജിക്കായ മണ്ഡലങ്ങളിൽ BJP-ക്ക് അനുകൂലമാകുന്ന വിധത്തിൽ വരികയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ തന്ത്രം മാറ്റണം. അത് ജനങ്ങൾ അങ്ങനെ പണ്ട് EMS പറയും, ഈ മന്ത്രിസഭ കരുണാകരനെ ജനങ്ങൾ വെറുത്ത് പൂഴ്ത്ത് ഇയാൾ താഴെ ഇറങ്ങട്ടെന്ന് പറയും. അത് നമ്മളൊന്നും ചെയ്തില്ലേ, അവർ എന്നിട്ട് സമരം ചെയ്യുമായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവർ താഴെ ഇറങ്ങുമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴും BJP വെച്ച്, CPM കോൺഗ്രസും വെച്ച് പുലർത്തുന്നത്. CPM-നെ ജനങ്ങൾ വെറുത്തുകൊള്ളും, ജനങ്ങൾ ഇവരുടെ ഭരണം കണ്ട് മടുത്ത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു. പക്ഷെ ആ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ജനങ്ങൾ 2 മുന്നണികൾ അപ്പുറം നിൽക്കുകയാണ്. വലിയ ശക്തി അല്ലെങ്കിൽ പോലും BJP ഒരു കൺസിഡറബിൾ ശക്തിയാണ്. ആ വോട്ടും കൺസിഡറബിൾ വോട്ടാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഒരുപാട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് അവർക്ക് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അവർക്കാണെങ്കിൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. കേന്ദ്രത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം, സംസ്ഥാനത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. പക്ഷെ അവർ പറയുന്നത് അസംബ്ലിക്കകത്തിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണുന്നത് കൂടി പോയാൽ ഒരു 3, 4, 5% ആളുകൾ ഇത് അസംബ്ലിക്കകത്തിരുന്ന് ബഹളം വയ്ക്കുന്നത് കാണുകയുള്ളൂ. പിന്നെ അതിൻ്റെ വീഡിയോ സജഷൻ പുസ്തകം എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് അടിക്കുന്നതൊക്കെ കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പൊതു ഇടങ്ങളിൽ ജനപിന്തുണയോടുകൂടി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാം. ഇപ്പോൾ തന്നെ ആശാ വർക്കർമാരുടെ ഒരു സമരം, ഈ സമരം ആരാ നടത്തുന്നത്? അതിൻ്റെ പിന്നിൽ SUC ആണെന്നാണ് അറിയുന്നത്. ഇത് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം നടത്തേണ്ട ഒരു സമരമല്ലേ? അതുകൊണ്ട് അത് വിജയിപ്പിക്കത്തില്ല. കാരണം
SUCI അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അത് SUCI മാത്രമല്ല വേറെ വലുതുണ്ട്, എന്നാലും പ്രധാനമായിട്ട് SUCI നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് ആരാ ചെയ്യേണ്ടത്? ഇത് കോൺഗ്രസ്സല്ലേ ചെയ്യേണ്ടത്? ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇത് എന്തുകൊണ്ട് തോന്നിയില്ല? ഇപ്പോൾ അവിടെ VD സതീശനും ബിന്ദു കൃഷ്ണയൊക്കെ പോയി ഈ അതിഥി പ്രസംഗികരായി, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതിഥി പ്രസംഗം ഇവിടെ നമ്മൾ മഹാസമ്മേളനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോരുത്തരെ വിളിക്കില്ലേ, നമ്മുടെ ഓരോ ഫിഗറിനെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ട് വിടുന്നില്ല, അതേപോലത്തെ എഫക്റ്റേ ഉള്ളൂ. ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ അതിനൊരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് കോൺഗ്രസിന് പറ്റി. കോൺഗ്രസ് വലിയൊരു ജാഥ നടത്തി മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്കായിട്ട്, വന്യജീവി പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട്. അത് നല്ല ഇളക്കം ഉണ്ടാക്കിയൊരു സാധനമാണ്, ഭയങ്കര ഓളമാണ് അതിനുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഓളം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഇതിൽ പിന്നെ വന്യമൃഗങ്ങളുടെ കടിയേറ്റവനും അതിൽ നിന്ന് കഷ്ടപ്പെട്ടവനും ഒക്കെ 25 പേരെ നിസ്സാരമായിട്ട് കിട്ടി. 25 പേരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇതുപോലൊരു പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസിന് കഴിയില്ലേ? കഴിയേണ്ടതല്ലേ? അപ്പോഴല്ലേ ആൾ ശ്രദ്ധിക്കുക, എങ്കിലല്ലേ ആ മലയോര ജാഥയുടെ പിന്തുടർച്ച വരുള്ളൂ. അല്ല, അതിപ്പോ കഴിഞ്ഞ മാസം അവസാനിച്ചത്, അത് ജനം മറന്നുപോയി. അതാ പറഞ്ഞേ, ഇത് നമ്മളൊരു ഓളം ഉണ്ടാക്കിയിട്ട് പോയാൽ ഇത് ജനങ്ങളുടെ ഉള്ളിലെത്തണമെങ്കിൽ എനിക്ക് താങ്ങായി നിൽക്കുന്നു തോന്നണ്ടേ? ഇവിടെ തന്നെ എത്രയോ പോലീസ് അതിക്രമങ്ങൾ നടക്കുന്നു, പിന്നെ എത്രയോ ഗുണ്ട അതിക്രമങ്ങൾ നടക്കുന്നു. അതിന് പോലീസിന്റെ പിന്തുണ ഉണ്ടെന്നും പോലീസ് വേണ്ട രീതിയിൽ ആക്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് എത്ര പേര് കരയുന്നു. അല്ല, SFIയുടെ ഗുണ്ടാ വിളയാട്ടം തന്നെ നടക്കുന്നില്ല, റാഗിങ് തന്നെ. ഈ അതിന് ഇരയായവരെയൊക്കെ തന്നെ ഇവർക്ക് മുന്നിൽ നിർത്താമല്ലോ. മുന്നിൽ നിർത്തി പ്രക്ഷോഭം നടത്തേണ്ടതാണ്. പോലീസ് ഓഫീസർമാരെ ഇവർ ഫോക്കസ് ചെയ്യണ്ടേ? ഇപ്പൊ ഇവർ വിട്ടിരിക്കുന്ന അത് LDF ഗവൺമെന്റിന്റെ പോലീസ് എന്നാണ്. അങ്ങനെയല്ലോ, ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ള LDFന്റെ പോലീസ് അല്ലത്. ജുഡീഷ്യറി വേറെ, പൊളിറ്റിക്കൽ സെറ്റപ്പ് വേറെ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ വേറെ. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷന്റെ ആളെ അവര് നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസിന് കഴിയണ്ടേ? ഈ ഇവർക്ക് ഇടപെടാവുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു ഈ കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിലെ ടോൾ പിരിവ് ഏർപ്പെടുത്താൻ പോകും. ഇതിനെക്കുറിച്ചൊന്നും പ്രതിപക്ഷം ഒന്നും പറയുന്നില്ലല്ലോ. ഈ അതായത് ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും ഒരു 5 പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള വിഷയം കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്കറിയാം ഇതൊന്നും ആരും ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന്. ഇപ്പൊ തന്നെ പിന്നെ നമ്മുടെ PSC പിന്നെ മെമ്പർമാരുടെ ശമ്പളം ഇത് പ്രതിപക്ഷം ഒന്നും വേണ്ടിയിട്ടില്ല. 1 ലക്ഷം രൂപയെ കൂട്ടുക എന്ന് പറഞ്ഞിട്ട് ആശാ വർക്കർക്ക് 227 250 ആക്കാൻ പോലും അല്ലെങ്കിൽ 300 ആക്കാൻ പോലും ആരും തയ്യാറില്ല. പക്ഷേ ഇത് ഡെയിലി 30,000 രൂപ ഒരാൾക്ക് കിട്ടത്തക്ക വിധത്തിൽ, അതിൽ കൂടുതൽ കിട്ടത്തക്ക വിധത്തിലാണ് ശമ്പളമായി കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു നിയമനമില്ല, ഒരു കാര്യവും PSC ചെയ്യുന്നില്ല. എന്നിട്ടും അവർക്ക് അധ്വാന ഭാരമാണെന്ന് പറഞ്ഞാൽ ആ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ സർക്കാരിൻ്റെ കേസുകൾ പലപ്പോഴും തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം ഇപ്പോൾ കൂട്ടാൻ പോവുകയാണ്. പിന്നെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സർക്കാരിൽ IASകാർക്ക് പെൻഷൻ പിന്നെ ഉൾപ്പെടെ DAയിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് പിന്നെ നിലവിലുള്ള DA കറക്റ്റായിട്ട് കൊടുക്കുന്നു. സെക്രട്ടേറിയറ്റിലെ പിയൂണിനും പിന്നെ തോട്ടക്കാരനും DA ഇല്ലെങ്കിലും ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടറിമാർക്കും DA കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതേ സർക്കാരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരും ചോദിക്കുന്ന പോലും ഇതൊന്നും ജനങ്ങൾക്ക് പലപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ പലരും ഇതിനെ ചോദിച്ചാലല്ലേ അറിയുള്ളൂ. പ്രതിപക്ഷം ജനങ്ങളെ കൂട്ടി നിർത്തി ചോദിക്കണം, അല്ലാതെ സെക്രട്ടേറിയറ്റിനകത്തിരുന്നോ അല്ലെങ്കിൽ അസംബ്ലിക്കകത്തിരുന്നോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിലിരുന്നോ മാത്രം ചോദിക്കുമ്പോൾ അത് സിനിമ കാണുന്ന പോലെ എഫക്റ്റേ ഉള്ളൂ. മോഹൻലാലും മമ്മൂട്ടിയും ചില സിനിമയിൽ അടി കൂടുമ്പോഴേ നമ്മൾ കൈയടിക്കില്ലേ? ആ കൈയടി അത് കഴിയുമ്പോൾ അങ്ങ് മറന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സീൻ മറക്കും. കാരണം എനിക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലല്ലോ. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അടിയിൽ ഞാൻ പങ്കാളിയല്ല. അത് പങ്കാളിത്തം നമുക്ക് വരുമ്പോഴാണ് അതിനകത്ത് വീര്യം കൂടുന്നത്. പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ പങ്കാളിത്തം വേണം. ജനപങ്കാളിത്തം വളരെ നിർണായകമാണ്. അതുപോലെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബജറ്റിൽ ഭൂനികുതി വർധനവ് എന്തിടപെടൽ നടത്തി? ഒന്നും ഉണ്ടായിട്ടില്ല. ഭൂനികുതി മാത്രമോ? വെള്ളം, വെളിച്ചം, വൈദ്യുതി കരാറിൽ അഴിമതി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, റേറ്റ് എത്രയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ? പിന്നെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ല, സബ്സിഡി സാധനങ്ങളില്ല, റേഷൻ മുടക്കം, പിന്നെ പൊതുവിപണിയിലെ വിലക്കയറ്റം. ഇതിലൊന്നും വേണ്ട തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു LDF ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊക്കെ കയറി അങ്ങ് പരിഹരിക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കും. തീർച്ചയായിട്ടും വരിക. അവരിപ്പോൾ നോക്കിയോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പിന്നെ പെൻഷൻകാർക്കും ഒക്കെ ഉള്ള കൊടുക്കാനുള്ള റോഡൊക്കെ നല്ല കറുത്ത പെയിന്റ് അടിച്ചെങ്കിലും സപ്ലൈകോയിൽ സാധനം എത്തിച്ചു എനിക്ക് വയ്ക്കും. സപ്ലൈകോയിൽ സാധനം വരും. കുറച്ച് ക്ഷേമ പെൻഷൻ ഇപ്പം ബഡ്ജറ്റ് കൂട്ടാത്തത് കൊണ്ടാണ്.
പക്ഷെ 1600 എന്നുള്ളത് കൂട്ടാത്തത് കൊണ്ട് ശകലം 100 പഴയ കുടിശ്ശിക തീർക്കണം. കുടിശ്ശിക തീർത്ത് ചിലപ്പോൾ ഒരു 100 രൂപ അപ്പൊ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിത്രം വ്യക്തമാക്കി ഇത്തരം വ്യക്തമാക്കി അവർക്ക് തിരിച്ചു വരാമെന്ന് അവർക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നീങ്ങുമ്പോൾ പിന്നെ അതേ പൊളിറ്റിക്സ് ഇവരും എടുക്കണ്ടേ. ഇത് ഇവരുടെ തന്ത്രം ഇതാണ്, ഇങ്ങനെ വരാനാണ് പ്ലാന് എന്ന് ജനങ്ങളോട് മുൻകൂട്ടി പറയാനും ജനങ്ങളെ ഒപ്പം നിർത്താനും കഴിയണ്ടേ. ഇപ്പം ജനങ്ങൾ സമരത്തിന് വരുന്നില്ല എന്ന് പറയും, ചുമ്മാ തന്നെ വരില്ല. എൻ്റെ പ്രശ്നം പറയുമ്പോഴേ ഞാൻ പറ്റുള്ളൂ. ഇപ്പം ആശാ വർക്കർമാർ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നിലയിൽ കൂടിയത്? ആശാ വർക്കറുടെ പ്രശ്നം അവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഗതിയില്ല എന്നുള്ളത് ആ സംഘടന, ആ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആശാ വർക്കർമാർ വന്നത് അല്ലേ. ഇത് UDF പറഞ്ഞാലും വരും. വന്യജീവി പ്രശ്നം പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയോരം മുഴുവൻ ഒഴുകി വരും. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. അല്ല, ആ മലയോര മേഖലയിൽ ഉള്ളവരെ സംഘടിതമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ 16,000 പിന്നെ ഈ അധ്യാപകർക്ക് പൈസ കിട്ടുന്നില്ലെന്നാ പറയുന്നത്. പ്രത്യേകിച്ച് പിന്നെ മാനേജ്മെന്റ് കോളേജ് സ്കൂളുകളിലെ ഒരു ടീച്ചർ ആത്മഹത്യ വരെ ചെയ്തെന്നല്ലേ. അപ്പം ഇതൊക്കെ വിഷയമല്ലേ, ഇതൊക്കെ വലിയ വിഷയങ്ങളല്ലേ. ഒരു ആത്മഹത്യ തന്നിട്ട് പോലും അതിന് പരിഹാരം ഉണ്ടാകാത്ത വിധത്തിൽ പോകുമ്പോൾ അതൊക്കെ വലിയ വിഷയങ്ങളല്ലേ. ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി സമരം ചെയ്യണം. അല്ലാതെ ഈ സ്ഥിരം തൊഴിലാളികളൊന്നും സമരം അത് അവർക്ക് മടുത്തു പോകും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റിനും ഇത് സ്ഥിരമായി കഴിഞ്ഞാൽ അവരും എടുത്തു പോകും. ഇതൊക്കെ കോൺഗ്രസ് നിർവീര്യമാകുന്നതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെയാണ്. ജനങ്ങളും താഴെത്തട്ടിൽ ഇല്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം എണ്ണത്തിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പലരും ആയിട്ട് ബന്ധപ്പെട്ടപ്പം ഈ അവിടെ ഒന്നും ഇവർ സ്ഥാനം വേണം എന്നല്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറില്ല. ഒരു കൊടി നാട്ടാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 50 രൂപ ഇടാന്ന് പറഞ്ഞാൽ തയ്യാറല്ലാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതെ, പൈസയൊന്നും ഇടില്ല, ഞാൻ ഒന്ന് നിൽക്കും. ഇപ്പോൾ പിന്നെ അഡ്രസ്സ് ഈ ഒരു സ്റ്റേജൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ നല്ല അലക്കി തേച്ച ഒരു കതറുമായിട്ടൊക്കെ വന്ന് നിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അങ്ങനത്തെ പ്രവർത്തകരെ അല്ല വേണ്ടത്. പക്ഷേ കുറേ ചെറുപ്പക്കാർ വരുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. യൂത്ത് കോൺഗ്രസ്സിലൊക്കെ വളരെ മിടുക്കന്മാരായ കുറേ ചെറുപ്പക്കാർ വരുന്നുണ്ട്. അവരുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പച്ചപൊടി നിൽക്കുന്നത്. ഇത് കോളേജിലും കൂടെ പോകേണ്ടതാണ്. KSU പഴയ പോലെ KSU ആയിട്ട് വരണം. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും അല്ല പ്രധാനം, സാധാരണക്കാരൻ്റെ പ്രശ്നമാണ് പ്രധാനം. വിദ്യാർത്ഥികൾ വേണം, യുവജനങ്ങൾ വേണം, എല്ലാം വേണം. തൊഴിലില്ലായ്മ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സാധാരണക്കാർ അപ്പോഴപ്പോൾ കാണുന്ന പ്രശ്നങ്ങൾ, അതാണ് ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഇതെൻ്റെ പ്രതിപക്ഷമല്ല, ഇതെൻ്റെ നാളത്തെ ഭരണപക്ഷമാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. അവിടെ UDF രക്ഷപ്പെടാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.